ഷെമി റെഡിയായാ? എനിക്ക് പോവാൻ സമയമായി. ആ പിന്നെ നാളെയാണ് അവിടുത്തെ ചടങ്ങ് മാമാടെ വീട്ടിലെ കൊച്ചിന്റെ. അതെ അപ്പൊ ഞാൻ അത് ഇങ്ങനെ 1 ഗ്രാം കൊണ്ടിടും. മോനിക്ക് അവര് ഒരു അരപ്പവന്റെ മാല കൊണ്ട് തന്നതാ. അപ്പൊ അത് അരപ്പവനെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ ഇന്നലെ 10,000 രൂപ തന്നില്ലേ, അതിനുള്ള നീ വാങ്ങിക്കൊടു. അയ്യോ 10,000 രൂപയ്ക്ക് 1 ഗ്രാം പോലും കിട്ടത്തില്ല. ബാക്കി എല്ലാരും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അരപ്പവനോ 1 പവനൊക്കെയാ. തന്നെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? നാണക്കേടാ. എനിക്ക് കിട്ടിയ ശമ്പളം മൊത്തം തീർന്ന്, പൈസയൊന്നും ഇല്ല കയ്യില്. നീ ഉള്ളത് വാങ്ങിക്കൊടു. അത് ശരിയാവത്തില്ല, നാണക്കേടാ. ഞാൻ എല്ലാരും മുമ്പിൽ കിടന്ന് എനിക്ക് നാണക്കേടാ. എല്ലാരും എന്നെ കളിയാകത്തില്ലേ? അരപ്പവൻ വാങ്ങി വെച്ചിട്ട് പിന്നെ ഇനി 1 ഗ്രാം വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നത്. അത് അന്നല്ലേ അരപ്പവൻ വാങ്ങി തന്നത്. അന്നത്തെ സ്വർണത്തിന്റെ വിലയല്ല നോക്കുന്ന എല്ലാരും. സ്വർണം അത് തന്ന കണക്കാ കൊടുക്കുന്നത്. നീ ഇപ്പൊ ഉള്ളത് വാങ്ങിക്കോട്. ഞാൻ പോകത്തില്ല. അയ്യേ, എന്താ ചെയ്യും? നീ എന്താ വഴി? കുറച്ച് പൈസ കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കൂടെ വാങ്ങായിരുന്നു. നാണക്കേടാ, അവരൊക്കെ കളിയാക്കത്തില്ലേ? അരപ്പാവുമ്പോ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഇനി 1 ഗ്രാം കൊടുക്കുന്നതായിട്ട് പറഞ്ഞ. ജിഷയൊന്ന് വിളിച്ചു നോക്കാം, അവളെ നിന്ന് കുറച്ച് പൈസ ഉണ്ടോന്ന് ചോദിക്കാം. ജിഷ ഡി, എനിക്കൊരു 25,000 1 മാസത്തേക്കൊന്ന് മറിക്കാൻ തരുമോ? ഇല്ലേ? അല്ലടി, എൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ. ഹസ്ബൻഡ് എൻ്റെ കയ്യിലേ 10,000 രൂപയെ തന്നോളടി. ഒരു അരപ്പവൻ്റെ എങ്കിലും വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെയൊക്കെ മുമ്പിൽ നാണക്കേടാടിയേ. അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? 10,000 രൂപയും തന്നിട്ട് പോയി. ഇനി എൻ്റെ ആരെങ്കിലും ഇല്ലടി ചോദിക്കാൻ. ശരിയെങ്കിൽ അവളയിലും ഇല്ലെന്ന്. ഇതാരും വിളിക്കുന്ന? ചുമ്മാ അങ്ങാണോ എന്തോ. അണ്ണോൺ നമ്പരാണല്ലോ. ഹലോ ഹലോ, ആരാണ്? എന്താണ്? പറഞ്ഞോളൂ. ഹലോ മാഡം, ഞാൻ ഹാൻകോ കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ്. മാഡത്തിന് വല്ല പേഴ്സണൽ ലോൺ വല്ല ആവശ്യമുണ്ടോ? അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം? അതിന് മാഡത്തിന്റെ ആധാറും പിന്നെ മാഡത്തിന്റെ ഒരു ഫോട്ടോയും മതി. ഓക്കെ, അപ്പൊ ഞാൻ അത് എവിടെ കൊണ്ട് തരണം? അത് നമ്മളൊക്കെ ഓൺലൈൻ ചെയ്താൽ മതി. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. ആ ലിങ്കിൽ കയറിയിട്ട് ഈ ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ലോൺ ഞാൻ പേടിഎം ചെയ്യാം. എത്ര രൂപ വരെ കിട്ടും? ഒരു 50,000 കിട്ടുമോ? നിങ്ങൾക്ക് അപ് ടു 2 lakhs വരെ കിട്ടും. സർ, എനിക്കൊരു 50,000 ആവശ്യം ഉണ്ടായിരുന്നു. 50,000 അപ്പൊ ഇന്ന് തന്നെ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഞാൻ ഇപ്പൊ അയച്ചേക്കാം. എന്താ ഒരു ഭാഗ്യം, എങ്ങനെ പൈസ ഒപ്പിക്കുമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ആധാറും ഫോട്ടോ എന്നല്ലേ പറഞ്ഞത്? ഉമ്മയെ വിളിച്ച് പറയാം നാളെ സ്വർണം വാങ്ങാൻ പോകുന്ന കാര്യം വൈകിട്ട്. ഉമ്മ, നിങ്ങളൊക്കെ സ്വർണം എടുത്തോ? വൈകിട്ടാ, ഞാനും കൂടെ വരുന്നേ. അല്ല, അരപ്പവൻ്റെ തന്നെ. ഇക്ക എനിക്ക് പൈസ തന്നിട്ടാ പോയത്. ഞാനും കൂടെ വരുന്നേ. ശരിയെങ്കിൽ. മാനം രക്ഷിച്ച്. എല്ലാവരും അരപ്പവനും ഇടുമ്പോൾ ഞാൻ മാത്രം പിന്നെ എങ്ങനെ 1 ഗ്രാമം കൊണ്ട് പോകുന്ന? ഷർട്ട് ക്രെഡിറ്റ് ആയല്ലോ പൈസ. സർ, ക്രെഡിറ്റ് ആയിട്ടുണ്ട് ക്യാഷ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു.
ഇക്ക അങ്ങനാണോ എന്തോ വിളിക്കുന്നത്? ലോണിന്റെ ആണല്ലോ. ഇപ്പൊ എന്താ പറയും? 2 മാസമായിട്ട് അടച്ചില്ല. ശ്ശോ. ഹലോ ഹലോ മാഡം, മാഡത്തിന്റെ 3 അടവ് ഇതുവരെ പെൻഡിങ് ആണ്. മാഡം എന്ന് അടയ്ക്കും? അത് സാർ ഉടനെ അടയ്ക്കാം. ഉടനെ അടയ്ക്കണം. 2 ദിവസത്തെ സമയം തരാം. അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ പെനാൽറ്റിയിലോട്ട് പോകും. അയ്യോ ഏതാ, എനിക്ക് 2 ദിവസം വരണം, കുറച്ച് ദിവസം വേണം കേട്ടോ. അതൊന്നും പറ്റൂല, 2 ദിവസത്തിനകം അടച്ചിരിക്കണം. ശരി സാർ. 2 ദിവസത്തിനകം 50,000 രൂപയും പലിശയും. ഞാൻ എന്താ ചെയ്യും? ഇക്കായോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? എന്നെ കൊല്ലും, അറിയാതെ എടുത്തല്ലേ. വേണ്ടായിരുന്നു. ജോലി എന്ന് പറഞ്ഞാൽ ജോലി. അവന്മാരടുത്ത് ശമ്പളം ചോദിക്കുമ്പോൾ 2 മാസമായി ശമ്പളം തന്നിട്ട്. വേറൊരു ജോലിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോലിക്ക് പോകാനാ? തലവേദന എടുക്കുന്നു. ഷെമി, ആ ഒരു ചായ എടുത്തുണ്ടോ? എപ്പോ വന്ന്? കൊറേ സമയമായി വന്നിട്ട്. ഞാൻ അറിഞ്ഞതുപോലും ഇല്ലല്ലോ. വന്നിട്ട് ഒത്തിരി സമയമാ? ഞാൻ കുറച്ച് സമയമായി വന്നിട്ട്. പിന്നെ എനിക്കൊരു കാര്യം. നീ ഇപ്പൊ ഒന്നും പറയണ്ട. ഒരു തലവേദന പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ. നീ ഒന്നും പറയണ്ട. എപ്പോഴേ പോയി ചായ എടുത്തുണ്ടോ? പോ. ആര് എടു ഫോണ്? ഹലോ ഹലോ, ഷമീനയല്ലേ? അതെ, ആരാണ്? നിങ്ങൾ ലോൺ അടയ്ക്കാത്ത എന്ത്? അത് ഞാൻ അടയ്ക്കാം സാർ. സാർ കുറച്ച് ദിവസം കൊണ്ട് എനിക്കൊരു സാവകാശം തരുമോ? ഇല്ല, നാളേക്കകം. നാളെ 5 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ലോൺ അടച്ചിരിക്കും. അത് സാർ എനിക്ക് കുറച്ച് ദിവസം കൂടെ വേണം. എൻ്റെ ഹസ്ബൻഡിന് ജോലി. ഇല്ല, നിങ്ങളുടെ ഡോക്യുമെന്റ്സും ഫോട്ടോസും ഞങ്ങളെ ഇരിപ്പുണ്ട്. ഞങ്ങൾ പല സൈറ്റിൽ കൂടെ നിങ്ങളെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്കറിയാലോ എങ്ങനത്തുള്ളതാണെന്ന്. സർ, ഞാൻ നിങ്ങളിൽ നിന്ന് ലോണല്ലേ വാങ്ങിയത്? നാളെ 5 മണിക്ക് മുമ്പ് ലോൺ ക്ലോസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് അറിയാലോ, അത് ഞങ്ങൾ ചെയ്യും. സർ, എന്താ ചെയ്യട്ടെ?